അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സിസി സെറ്റ് അസ്ത്ര ടീം എത്തുന്നു. എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9746455514. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അധ്യാപക ദിനമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിൽ കുറേ പേര് അധ്യാപകരുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ അധ്യാപക ദിനാശംസകൾ നേരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ അധ്യാപക ദിനം ആഘോഷിക്കപ്പെടാനുള്ള കാരണമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ അധ്യാപക ദിനം ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും അധ്യാപക ദിനാശംസകൾ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ആ ടീച്ചർ ആകുക എന്നുള്ളൊരു സ്വപ്നം നേടിയെടുത്തവരുണ്ടാകും. എന്നാൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിട്ടും അതിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും എന്തുകൊണ്ടാണ് അവിടെ സ്വപ്നങ്ങൾ സാധിക്കാണ്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ടീച്ചേഴ്സ് എക്സാം ആയിക്കോട്ടെ അതിനൊരു ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലാണെങ്കിൽ എന്തുണ്ട്, കേട്ടറ്റ് ഉണ്ട്. അതേ സമയത്ത് ഹൈസ്കൂൾ അല്ല, UP അല്ല, LP ആയിക്കോട്ടെ, ഏതുവാണേലും കേട്ടറ്റിൻ്റെ വിവിധ കാറ്റഗറി ഉണ്ട്. ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തായി, സെറ്റായി. ഇനി അതുമല്ല, നമ്മൾ കോളേജിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടുത്തെ ലെക്ചറർ പോസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ വീണ്ടും എന്താണ്, അതിനുള്ള ക്വാളിഫയിങ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നോർമലി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുക എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫയിങ് എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരെ സംബന്ധിച്ച് അവരോട് സബ്ജക്റ്റിൽ അവർ PG എടുത്ത് B.Ed ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ സബ്ജക്റ്റൊക്കെ പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് നിന്നിട്ടും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവിടെ ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള സെറ്റ് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ തവണ സെറ്റ് എക്സാം എഴുതുമ്പോഴും കുറേ പേരെ സംബന്ധിച്ച് വളരെ ചെറിയൊരു മാർക്കിൻ്റെ ഡിഫറൻസിലാണ് ഈ സെറ്റ് എക്സാം പാസ്സാവാണ്ട് പോകുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് വളരെ ഒരു നിരാശയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ജനുവരിയിലാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ സെറ്റ് എക്സാം എങ്ങനെയാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം, വർഷത്തിൽ 2 പ്രാവശ്യമാണ് അല്ലേ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാം എന്നുള്ളത് ജനുവരിയിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അടുത്ത സെറ്റ് എക്സാം നിങ്ങൾ നിശ്ചയമായിട്ടും പാസ്സാകണം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം? സെറ്റിൻ്റെ 1 മാസം മുമ്പ് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ തൊട്ട് പഠിച്ചു തുടങ്ങുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ തൊട്ട് നിങ്ങളൊരു ദിവസം 2 മണിക്കൂർ സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിരാശരാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം നമുക്കറിയാം, സെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. എന്നാൽ പോലും എന്താണ് സെറ്റ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ സെറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനുള്ള യോഗ്യതാ പരീക്ഷയാണെന്ന് പറഞ്ഞു? HSST അധ്യാപകരാവാനുള്ള അല്ലേ, HSST അധ്യാപകരാകാനുള്ള യോഗ്യതാ പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത്, സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സെറ്റ് എക്സാം ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ ഏതിലാണോ PG ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ആയിരിക്കും നമ്മൾ എന്ത് ക്ലിയർ ചെയ്യേണ്ടത്, സെറ്റ് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് വേറൊരു സബ്ജക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ PG എന്ന് പറയുന്നത് മറ്റൊരു സബ്ജക്റ്റും ആണെങ്കിലും നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ PG എടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സെറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മാർക്ക്, നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ട് അല്ലേ ക്വാളിഫൈ ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി നമുക്കറിയാം സെറ്റിനെ സംബന്ധിച്ച് 2 പേപ്പർ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റും ഉണ്ട്. ഈ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 മാർക്ക്, 120 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻ, ഇങ്ങനെയായിരിക്കും ജനറൽ പേപ്പർ. ഇനി സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്, 120 മാർക്ക്, 120 മിനിറ്റ്, 120 ചോദ്യങ്ങൾ, ഇങ്ങനെയായിരിക്കും
സബ്ജക്റ്റും ജനറൽ പേപ്പറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ, ഏത് സബ്ജക്റ്റാണ് സെറ്റ് എഴുതുന്നതെങ്കിലും അവരുടെ ഒരു പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 120 മാർക്കിൻ്റെ ജനറൽ പേപ്പർ അവർ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ജനറൽ പേപ്പർ എന്നുള്ളത് എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. ഇനി സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ PG ഏതാണോ എടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ സെറ്റിൻ്റെ പേപ്പറിൽ എഴുതുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്കാരെ സംബന്ധിച്ച് സബ്ജക്റ്റിനും 40% മാർക്ക് വേണം, അതുപോലെ തന്നെ ജനറൽ പേപ്പറിനും 40% മാർക്ക് വേണം. അതായത് ഓരോന്നിനും 48 മാർക്ക് വീതം വേണം. ഏകദേശം രണ്ടിനും കൂടെ അഗ്രിഗേറ്റ് 115.2 മാർക്ക് വേണം ക്വാളിഫൈ ആകാനായിട്ട്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ സെപ്പറേറ്റ് എത്ര മാർക്ക് വീതം വേണം? 40% മാർക്ക് വേണം. അതുപോലെ തന്നെ ടോട്ടലായിട്ട് 115.2 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് OBC, അതായത് OBC ഉണ്ട്, OBC നോൺ ക്രിമിനൽ ഉണ്ട്, അതുപോലെ തന്നെ SC/SC കാറ്റഗറി ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് 2 പേർക്കും 35% മാർക്ക് മതി ഓരോന്നിനും. അതായത് ജനറൽ സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും എത്ര തന്നെയാണ്? 35% മാർക്ക്. അതുപോലെ സബ്ജക്റ്റ് പേപ്പറിനും 35% മാർക്ക്. അതായത് ഏകദേശം ഓരോ പേപ്പറിനും 42 മാർക്ക് വീതം വേണം. 42 മാർക്ക് വീതം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതിൽ ടോട്ടൽ മാർക്കിന് വ്യത്യാസമുണ്ട്. OBC-ക്കാർക്കാണെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 108 മാർക്കും, അതുപോലെ തന്നെ SC കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 96 മാർക്കുമാണ് ക്വാളിഫയിങ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട ക്വാളിഫയിങ് മാർക്ക്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ പെടുന്നത്, ഏത് വിഭാഗത്തിൽ പെടുന്നവരാണോ അതിനനുസരിച്ചിട്ടുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം എന്തായാലും അടുത്ത ജനുവരിയിലാണ് അല്ലേ നടക്കുന്നത്. നമ്മൾ എപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി? ഡിസംബറിൽ ഒരിക്കലും പഠിച്ചു തുടങ്ങിയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോഴേ തൊട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ പലരെ സംബന്ധിച്ചും സെറ്റിൻ്റെ അവരുടെ സബ്ജക്റ്റിൽ അവർ മാർക്ക് സ്കോർ ചെയ്യും. കാരണം എന്താണ്? ഒരു PG ഉള്ളൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അവർക്ക് അവരുടെ സബ്ജക്റ്റ് ഓക്കെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും മാർക്ക് പോകുന്നത് എന്തിനാണ്? ജനറൽ പേപ്പറിനാണ്. അപ്പോൾ ജനറൽ പേപ്പറിൽ ശരിക്കും എന്തേ പറയുന്നുള്ളൂ? നമ്മുടെ 10th ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ പേപ്പറിൽ ചോദിക്കുമെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് കഴിയണം. അപ്പം നിങ്ങൾ അതെങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും PYQനെ ബേസ് ചെയ്ത് പഠിക്കണമെന്ന് പറയും. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കഴിഞ്ഞ തവണത്തതിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്നുമൊക്കെയുള്ള എക്സാമിൽ നിന്ന് ജനറൽ പേപ്പർ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ PYQ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ പലരെ സംബന്ധിച്ചും അവർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PYQ മാത്രം പഠിച്ചു പോകും. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാക്ട്സോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ജനറൽ പേപ്പറിന് മാർക്ക് പോകാനുള്ള കാരണം. അപ്പം നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പർ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ PYQ നോക്കിക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ PYQ നോക്കുമ്പോൾ അതിൻ്റെ സിലബസ്, അതായത് PYQ നോക്കുമ്പോൾ ഇപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, അതിൻ്റെ കണ്ടന്റും കൂടെ പഠിച്ചു വെക്കുക. കണ്ടന്റ് പഠിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് തെറ്റു വരുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ ബാക്കോട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു പോർഷൻസ് ഒന്നുകൂടെ ഊന്നൽ നൽകി പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മോക്ക് എക്സാമുകൾ എഴുതി തന്നെ പരിശീലിക്കുക. അപ്പോൾ മോക്ക് എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്? അത് വെറുതെ എഴുതിയാൽ പോരാ, നമുക്ക് എക്സാമിന് എങ്ങനെയാണോ ടൈം അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അത്രയും ടൈം എടുത്തിട്ട് വേണം നിങ്ങൾ മോക്ക് എക്സാം എഴുതി നോക്കാനായിട്ട്. അപ്പോഴും നമുക്ക് എവിടെയൊക്കെയാണ് എത്താൻ പറ്റാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. നമ്മൾ എക്സാം അടുത്തിരിക്കാതെ തന്നെ അടുത്ത ഒരു സെറ്റ് എക്സാമിന് വേണ്ടി ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ ഒരു 2-3 മണിക്കൂർ ഒരു ദിവസത്തെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം, ചിലരെ സംബന്ധിച്ച് നൈറ്റ് ആയിരിക്കും, ചിലരെ സംബന്ധിച്ച് ഏർലി മോർണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഡേ ടൈമിൽ ടൈം ഉള്ളവരൊക്കെ ആയിരിക്കും. എപ്പോഴായിരിക്കുമോ അടുത്ത തവണത്തെ സെറ്റ് എക്സാം എഴുതി ഇനി ഒരിക്കലും നിരാശരാകരുത് എന്നുള്ളൊരു വാശി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ജനറൽ പേപ്പർ ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജനറൽ പേപ്പർ ഡിഫിക്കൽട്ട് ആണെന്നുള്ളൊരു രീതി നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് സിലബസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലകൾ ഊന്നി അതും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയമില്ല, അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ജനറൽ പേപ്പറിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, കറണ്ട് അഫേഴ്സ് അല്ലേ. കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സും ഡെയിലി അതും കൂടി ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറിൻ്റെ ഭാഗം ഓക്കെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ PYQ നോക്കണം എന്ന് പറഞ്ഞു. PYQ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാതെ അതിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്, മോക്ക് ടെസ്റ്റുകൾ സമയം വെച്ച് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുക. നാലാമത്തെ കാര്യം എന്താണ്, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുക, അത് സെലക്ട് ചെയ്ത് ആദ്യം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ HSST അധ്യാപകരാകാനുള്ളൊരു സ്വപ്നം അല്ലേ നമുക്ക് പൂവണിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയൊരു അധ്യാപക ദിനം വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അധ്യാപകരാകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പെങ്കിലും നമ്മുടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്, 2025 ജനുവരിയിലെ സെറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെ പഠനം ആരംഭിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്നെ പഠിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർ കുറേ പേരുണ്ടാവും, അല്ലെങ്കിൽ പഠനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ പുതിയ ബാച്ച്, അതായത് സെറ്റ് അസ്ത്ര 2.1 സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നോക്കുക, സബ്ജക്റ്റ് വൈസ് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, സുവോളജി, ഹിന്ദി, ജനറൽ പേപ്പർ, ഇത്രയുമാണ് സെറ്റിൻ്റെ കോച്ചിങ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഇപ്പോൾ ഈ മാറി വരുന്നൊരു ജനറൽ പേപ്പറാണ് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വിലയിരുത്തിയിട്ട് പുതിയ അപ്ഡേറ്റഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ അതാത് സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ ലൈവ് സെഷനുകളും അതുപോലെ തന്നെ എന്താണ് മോഡൽ എക്സാംസും നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് മെൻറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും വേഗം നമ്മുടെ കൂടെ കൂടിക്കോളൂ. അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.